ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ വീണ്ടും അംഗീകരിച്ച സംസ്ഥാന സർക്കാർ. ടെൻഡർ ഇല്ലാതെ സർക്കാർ പദ്ധതികളുടെ കരാർ ഏറ്റെടുക്കാനുള്ള അനുമതി നീട്ടി നൽകി. ഈ മാസം 31 വരെയാണ് കരാർ പുതുക്കി നൽകിയത്. ടെൻഡർ ഇല്ലാതെ കരാർ എടുക്കുന്നതിൽ UDFും VD സതീശനും നേരത്തെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡറില്ലാതെ സർക്കാർ ജോലികളുടെ കരാർ എടുക്കാനുള്ള അനുമതി LDF സർക്കാരാണ് നൽകിയത്. കരാർ ഏറ്റെടുക്കാനുള്ള കാലാവധി മെയ് 31 അവസാനിച്ച സാഹചര്യത്തിലാണ് UDF സർക്കാർ വീണ്ടും പുതുക്കി നൽകിയിരിക്കുന്നത്. പുതിയ കരാർ പ്രകാരം ഈ മാസം 31 വരെ ടെൻഡറുകളില്ലാതെ സർക്കാരിൻ്റെ പദ്ധതികൾ ഏറ്റെടുക്കാം. ധനവകുപ്പാണ് കരാർ പുതുക്കി നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ടെൻഡർ നൽകാതെ ഊരാളുങ്കലിനെ കരാർ നൽകിയതിൽ UDF വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനായിരുന്നു ഊരാളുങ്കലിനും സർക്കാരിനുമെതിരെ അഴിമതി ആരോപണം വരെ ഉയർത്തിയത്. എന്നാൽ അധികാരത്തിലേറി 2 മാസം പിന്നിടും മുൻപ് തന്നെ അന്നുയർത്തിയ ആരോപണങ്ങളെല്ലാം തെറ്റെന്ന VD സതീശന് സമ്മതിക്കേണ്ടി വരുന്നു. ഊരാളുങ്കലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിയമവിധേയമായി മാത്രമാണ് നടക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ നിയമസഭയിൽ സമ്മതിച്ചിരുന്നു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ പ്രവൃത്തികൾ ഗുണനിലവാരമുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.